മാർപ്പാപ്പയ്ക്ക് വിട ചൊല്ലാൻ ഒരുങ്ങി ലോകം. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വിട ചൊല്ലാൻ ഒരുങ്ങുകയാണ് ലോകം. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 സംസ്കാര ചടങ്ങുകൾ. കർദിനാൾ സംഘത്തിന്റെ തലവൻ ജൊവാനി ബാറ്റിസ്റ്റയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. മാർപ്പാപ്പയുടെ ആഗ്രഹപ്രകാരം റോമിലെ സെയിന്റ് മേരി മേജർ ബസിലിക്കയിലാണ് അന്ത്യവിശ്രമം. സംസ്കാര ശുശ്രൂഷകൾ 24-ൽ തത്സമയം കാണാം. സമഗ്ര കവറേജുമായി വത്തിക്കാനിൽ നിന്ന് എഡിറ്റർ ഇൻചാർജ് പി ജെയിംസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക വാർത്താ സംഘം സജ്ജമാണ്. പി ജെയിംസ് വത്തിക്കാനിൽ നിന്ന് തത്സമയം ചേരുന്നുണ്ട്. പി ജെയിംസ്, ഇപ്പോൾ നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിൽ ഏറ്റവും ലളിതമായ ഒരു സംസ്കാര ചടങ്ങ് നടക്കാൻ പോവുകയാണ്. അവിടെ ലോകരാഷ്ട്ര തലവന്മാർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി വിലാപയാത്ര ആരംഭിക്കും. പലയിടങ്ങളിലൂടെ അത് കടന്നുപോയി മേജർ ബസിലിക്കയിൽ എത്തിച്ചേരും. എങ്ങനെയാണ് ഒരുക്കങ്ങൾ? ഇവിടെ വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലാണ് ഞാൻ നിൽക്കുന്നത്. സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലെ ആയിരക്കണക്കിന് സംസ്കാര ചടങ്ങിന് ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമായിട്ടുണ്ട്. നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലേക്കാണ് ഒരു മാർപ്പാപ്പയുടെ ശവസംസ്കാര ചടങ്ങ്. 4-5 കിലോമീറ്ററിനുള്ളിലുള്ള വാഹന ഗതാഗതം എല്ലാം നിലച്ചിരിക്കുന്നു. എല്ലാം ബാരിക്കേഡുകൾ കെട്ടിയിരിക്കുകയാണ്. ഇറ്റാലിയൻ പോലീസ്, ഇറ്റാലിയൻ സൈന്യം, അതുപോലെ തന്നെ മാർപ്പാപ്പയുടെ ഗാർഡ്സ് ആയിട്ടുള്ള സ്വിസ് ഗാർഡ്സ് അടക്കമുള്ളവരൊക്കെ ഉണ്ട്. വളരെ ബുദ്ധിമുട്ടി വേണം സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ എത്താനായിട്ട്. എന്തായാലും 108 ഏക്കർ വരുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമായ വത്തിക്കാനിലെ സ്ക്വയറിലാണ്, സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലാണ് നിൽക്കുന്നത്. 266 മാർപ്പാപ്പമാർ ഇവിടെ നമ്മൾ കാണുന്ന സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നിന്ന് ഈ മട്ടുപ്പാവിൽ നിന്നുകൊണ്ടാണ് അവർ മാർപ്പാപ്പമാരായി അധികാരമേറ്റതും അവർ വിടവാങ്ങുന്നതും അതേ സ്ക്വയറിൽ നിന്നാണ്. ഈ വത്തിക്കാന്റെ 108 ഏക്കർ വരുന്ന ഭൂമികയിൽ നിന്ന് പക്ഷേ ഫ്രാൻസിസ് മാർപ്പാപ്പ യാത്രയാവുന്നത് വത്തിക്കാന് പുറത്തുള്ള റോമിലെ സെന്റ് മേരീസ് മെജോറി എന്ന ബസിലിക്കയിലേക്കാണ്. മറ്റു മാർപ്പാപ്പമാരെയൊക്കെ ഈ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ ടോംബിൽ തന്നെയാണ്, താഴെയുള്ള ശവകുടീരത്തിലാണ് അടക്കിയിട്ടുള്ളത്. 7 മാർപ്പാപ്പമാരെ മാത്രമാണ് ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ അന്ത്യയാത്രയ്ക്ക് പോകുന്ന ബസിലിക്കയിൽ, സെന്റ് മേരീസ് മേജർ എന്ന ബസിലിക്കയിൽ അടക്കിയിട്ടുള്ളത്. ഒരു നൂറ്റാണ്ടിന് ശേഷമാണ് ആ ബസിലിക്കയിൽ പുതിയ ഫ്രാൻസിസ് മാർപ്പാപ്പ അവിടെ അന്ത്യ വിശ്രമം കൊള്ളാൻ പോകുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് ഇപ്പോൾ പ്രാർത്ഥനകളും കുർബാനയും നടന്നുകൊണ്ടിരിക്കുകയാണ്. ചടങ്ങുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നിന്ന് വിലാപയാത്രയായാണ് മൃതദേഹം സംസ്കാര ചടങ്ങ് നടക്കുന്ന സെന്റ് മേരി മേജർ ബസിലിക്കയിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെയായിരിക്കണം തന്റെ അന്ത്യവിശ്രമ സ്ഥലം എന്നുള്ളത് മാർപ്പാപ്പയുടെ ആഗ്രഹമായിരുന്നു. അദ്ദേഹത്തിന്റെ എഴുതിയ കുറിപ്പുകൾ കഴിഞ്ഞ ദിവസം വത്തിക്കാൻ പുറത്തുവിടുകയും ചെയ്തിരുന്നു. അതിൽ ഫ്രാൻസിസ്ക, അതായത് ഫ്രാൻസിസ് എന്നത് ലത്തീൻ ഭാഷയിൽ എഴുതുന്ന ഫ്രാൻസിസ്ക എന്ന് മാത്രം എഴുതിയിരിക്കണം. കൂടാതെ ഒരു തരത്തിലുള്ള അലങ്കാരങ്ങളും പാടില്ല എന്നതുൾപ്പെടെ അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏറ്റവും ലളിതമായ തരത്തിലുള്ളൊരു യാത്ര. പറഞ്ഞ പോലെ, അനുജ പറഞ്ഞതുപോലെ, ഇവിടെ നിന്ന് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഇവിടുത്തെ സമയം രാവിലെ 10 മണിക്ക് സംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കും. കാർഡിനൽസിന്റെ ഡീൻ ജിയോവനി ഡി ബാറ്റിസ്റ്റയാണ് ഈ അന്ത്യ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരുന്ന കുർബാനയ്ക്ക് നേതൃത്വം നൽകുന്നത് കാർമലെങ്കോ. മാർപ്പാപ്പയുടെ സ്ഥാനത്ത് ഇപ്പോൾ വത്തിക്കാന്റെ അധികാരം കൈവശമുള്ള കാർമലെങ്കോ എന്നറിയപ്പെടുന്ന കെവിൻ ഫാരലാണ് കുർബാനയ്ക്ക് നേതൃത്വം നൽകിയത്. 150-ലേറെ കർദിനാൾമാർ ഇപ്പോൾ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലുണ്ട്. പ്രമുഖ നേതാക്കളൊക്കെ എത്തുകയാണ്. പ്രമുഖ നേതാക്കൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി 266ാമത് മാർപ്പാപ്പയാണ് ഇപ്പോൾ നമ്മോട് വിട പറയുന്നത്. അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് ഉച്ചയ്ക്ക് ഇന്ത്യൻ സമയം 1:30 നടക്കുന്നത്. അദ്ദേഹത്തിന് തന്നെ ആഗ്രഹപ്രകാരം ഈ ചടങ്ങ് നടക്കാൻ പോകുന്നത് റോമിലെ സെയിന്റ് മേരി മേജർ ബസിലിക്കയിലാണ്. ഏറ്റവും ലളിതമായ രീതിയിലായിരിക്കണം തന്റെ ചടങ്ങുകൾ, സംസ്കാര ചടങ്ങുകൾ നടക്കേണ്ടത്. 150-ലേറെ വിദേശ രാജ്യ നേതാക്കൾ ഇന്ത്യയിൽ നിന്ന്, ഇന്ത്യയുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു, അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രതിനിധി സംഘം എത്തുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്ന് തന്നെ 3 കർദിനാൾമാർ ഈ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി, അതുപോലെ തന്നെ മലങ്കര സഭയുടെ തലവനായിട്ടുള്ള മാർ ക്ലീമിസ്
ബാവ, ഒപ്പം തന്നെ മറ്റേ ഫ്രാൻസിസ് മാർപ്പാപ്പ കർദിനാളായിട്ട് ഉയർത്തിയ മാർ ജോർജ് കുവക്കാട്, 3 കർദിനാളന്മാർ, പിന്നെ അതിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, യുക്രൈൻ പ്രസിഡന്റ്, ഫ്രഞ്ച് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ, നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉൾപ്പെടെയുള്ളവർ, കൂടാതെ കേരളത്തെ പ്രതിനിധീകരിച്ചൊരു സംഘം, അങ്ങനെ വിവിധ ലോക രാഷ്ട്രങ്ങളെ പ്രതിനിധീകരിച്ചുള്ളവർ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് മാർപ്പാപ്പയ്ക്ക് വീട് ചൊല്ലാൻ. തത്സമയം 1 മണി മുതൽ തന്നെ നമ്മൾ എല്ലാ ചടങ്ങുകളും വത്തിക്കാനിലും തത്സമയം 24-ലൂടെ പ്രേക്ഷകരെ എത്തിക്കും.